ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്ഹുൽ മുഈനിൽ നിന്ന് ഹഖീഖത്ത് അറുക്കുന്നതിൻ്റെ മസ്അലകൾ പറയുന്ന ഭാഗമാണ് ഇവിടെ ഓതുന്നത്. ഹഖീഖത്ത് അറുക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിച്ച കുഞ്ഞിനു വേണ്ടി അറുക്കുന്ന മൃഗത്തെ അറുക്കൽ സുന്നത്തുണ്ട്. അതിനാണ് ഹഖീഖത്ത് അറുക്കുക എന്ന് പറയൽ. ഹഖീഖത്ത് എന്നാണ് പറയൽ. പലരും ഹഖീഖത്ത് ഹാ കൊണ്ട് ഉച്ചരിക്കലുണ്ട്. അത് തെറ്റാണ്. ഐനാണ്. ഹഖീഖത്ത് അറുക്കുക എന്നാണ് അതിന് പറയാം. ഹഖീഖത്ത് വയുന്ദബു ലിമൻ തൽസമുഹു നഫഖത്തു ഫർഇഹി അൻ യഉഖ അൻഹു മിൻ വദ്ഇൻ ഇലാ ബുലൂഗിൻ. ചെലവ് കൊടുക്കൽ നിർബന്ധമായ കുട്ടികൾക്ക് വേണ്ടി ഹഖീഖത്ത് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. അതിൻ്റെ സമയം മിൻ വദ്ഇൻ ഇലാ ബുലൂഗിൻ, പ്രസവം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ. അപ്പോൾ പ്രായപൂർത്തിയാകുന്നത് വരെ ബാപ്പാന്മാർക്ക്, അതല്ലെങ്കിൽ ആരാണോ കുഞ്ഞിനെ നോക്കുന്നത് അവർക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി ഹഖീഖത്ത് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. വഹിയ കളഹിയത്തിൻ, ഇതിൻ്റെ മസ്അല മൃഗം, അത് ഉളുഹിയത്തിൻ്റെ അവിടെ പറഞ്ഞ ആ മസ്അലകളൊക്കെ ഇവിടെയും ബാധകമാണ്. വലാ യുക്സറു അൽമുൻ, പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വലാ യുക്സറു അൽമുൻ, മാംസം, നാം ഈ മൃഗത്തിനെ അറുത്ത് മാംസം ഉണ്ടാക്കുമ്പോൾ അത് അവിടെ എല്ല് പൊട്ടിക്കാൻ പാടില്ല, എല്ല് പൊളിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഉളുഹിയത്തിൻ്റെ മസ്അലയിൽ നിന്ന് വ്യതിരിക്തമായ രണ്ടാമത്തെ പ്രത്യേകത, വത്തസദ്ദുഖു ബിമത്ബൂഖിൻ യബ്അസുഹു ഇലൽ ഫുഖറാഇ അഹബ്ബു മിൻ നിദാഇഹിം ഇലൈഹ വമിന തസദ്ദുഖി നഇയ്യൻ. പച്ച മാംസം സദഖ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, അതല്ലെങ്കിൽ മാംസം അങ്ങനെ തന്നെ വേവിക്കാതെ പാചകം ചെയ്യാതെ അങ്ങനെ തന്നെ സാധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് വേവിച്ച മാംസം പാചകം ചെയ്ത് സാധുക്കൾക്ക് അയച്ചു കൊടുക്കലാണ് നല്ലത്. വഅൻ യുദ്ബഹ സാബിഅ വിലാദത്തിഹി, ഏഴാമത്തെ ദിവസം ആയിരിക്കണം ഈ അറുക്കുന്നത്. ഹഖീഖത്ത് അറുത്തു കൊടുക്കേണ്ടത് ഏഴാമത്തെ ദിവസമായിരിക്കണം. വയുസമ്മ ഫീഹി, ആ ഏഴാമത്തെ ദിവസം തന്നെ കുഞ്ഞിനിക്ക് പേര് വെക്കുകയും വേണം. വഇൻ മാറ്റ ഖബ്ലഹു, അതിനു മുമ്പ് മരിച്ചാലും വേണ്ടില്ല. ബൽ യുസന്നു തസ്മിയത്തു സഖ്തിൻ ബലഗ സമന നഫ്ഖി റൂഹി, കുഞ്ഞ് പ്രസവിച്ചിട്ട് 7 ദിവസമാകുന്നതിന് മുമ്പ് മരിച്ചാലും പേര് വെക്കൽ സുന്നത്താണ്. ഏതുവരെ? സഖത്ത്, സഖത്ത് എന്ന് പറഞ്ഞാൽ ചാക്കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത രൂപത്തിൽ പ്രസവിച്ച കുഞ്ഞ് 4 മാസം കഴിഞ്ഞ് റൂഹ് ഊതി, ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ ആത്മാവ് റൂഹ് ഊതി, എന്നിട്ട് 4 മാസം കഴിഞ്ഞ് ജീവനില്ലാത്ത രൂപത്തിൽ പ്രസവിച്ച ചാക്കുട്ടി കുഞ്ഞ്, ആ കുഞ്ഞിനിക്ക് വരെ പേര് വെക്കൽ സുന്നത്താണ്. വഅഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹി വഅബ്ദുർ റഹ്മാൻ, ഏറ്റവും നല്ല പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്ന തുടങ്ങിയ പേരുകളാണ്. വലാ യുക്റഹു ഇസ്മു നബിയിൻ ഔ മലക്കിൻ, മലക്കിൻ്റെയോ പ്രവാചകന്മാരുടെയോ പേര് വെക്കൽ കറാഹത്തില്ല എന്നല്ല. ബൽ ജാഅ ഫി തസ്മിയത്തി ബി മുഹമ്മദിൻ ഫളാഇലു അലിയ, മുഹമ്മദ് എന്ന് പേര് വെക്കുന്നതിനേക്ക് ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. വയഹ്റുമു അത്തസ്മിയത്തു ബി മലിക്കിൽ മുലൂക്കി, പിന്നെ ചില പേര് ഹറാമായി വരും. ഏതുപോലെ? മലിക്കുൽ മുലൂക്ക്, ഖാദിൽ ഖുലാത്ത്, ഹാക്കിമുൽ ഹുക്കാമ്, അതുപോലെ അബ്ദുൻ നബിയ്യ്, ജാറുല്ലാ തുടങ്ങിയ പേര് വെക്കൽ ഹറാമാകും. അത് കാരണം ചിലത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പേരായതുകൊണ്ടാണ്. ചിലത് അബ്ദുൻ നബി എന്ന് പറയുമ്പോൾ അത് നബിയുടെ അടിമ എന്ന പേര് വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെയാണല്ലോ അടിമ എന്ന് പറയൽ, അബ്ദുള്ള എന്നാണല്ലോ പറയൽ. അപ്പോൾ അബ്ദുള്ളക്ക് പകരമായിട്ട് അബ്ദുൽ നബി എന്ന് പേര് വെക്കൽ
അത് ഹറാമായി വരും. വത്തക്കന്ന ബി അബിൽ ഖാസിമി, അതുപോലെ അബുൽ ഖാസിം എന്ന് കുഞ്ഞത്ത് പേര് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിപ്പേരാണ് അബുൽ ഖാസിം എന്നുള്ളത്. അബുൽ ഖാസിം എന്ന പേര് വെക്കലും ഹറാമായി വരും. വസുന്ന അൻ യുഹ്ലഖ റഅ്സുഹു, അതുപോലെ കുഞ്ഞിൻ്റെ തല മുടി കളയലും സുന്നത്താണ്. വലൗ ഉൻസ, അത് പെൺകുട്ടിയാണെങ്കിലും ശരി, ഫിസ്സാബിഇ 7ാമത്തെ ദിവസം. വയുതസദ്ദഖ ബിസിനതിഹി ദഹബൻ ഔ ഫിദ്ദതൻ, 7ാമത്തെ ദിവസം ആ കുഞ്ഞിൻ്റെ മുടിയുടെ തൂക്കം അനുസരിച്ച് സ്വർണം അതല്ലെങ്കിൽ വെള്ളി സദഖ ചെയ്യലും സുന്നത്താണ്. വഅൻ യുഅദ്ദന, ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. വയുഖ്റഅ സൂറത്തുൽ ഇഖ്ലാസി, സൂറത്തുൽ ഇഖ്ലാസ് ഓതലും സുന്നത്താണ്. ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ്? ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു സ്വമദ് ലം യലിദ് തുടങ്ങുന്ന സൂറത്ത്. അതുപോലെ വആയത്തു വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞ ആ ആയത്ത് കൂടി കുഞ്ഞിൻ്റെ ചെവിയിൽ ഓതൽ സുന്നത്താണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് വഇന്നി ഉഈദുഹാ എന്ന് പറഞ്ഞത്. ഹ എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീലിംഗത്തിലേക്ക് സൂചിപ്പിക്കുന്ന വേർഡാണ് ഹ എന്നുള്ളത്. അപ്പോൾ കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിലും വഇന്നി ഉഈദുഹാ എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്താണ് അതിൻ്റെ അർത്ഥം? വഇന്നി ഉഈദുഹാ, ഈ കുഞ്ഞിനെ ഞാൻ കാവൽ ചോദിക്കുന്നു, ബിക നിന്നെക്കൊണ്ട് അള്ളാഹുവേ, വദുർരിയത്തായി കുഞ്ഞിയുടെ സന്താനത്തിനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനശ് ശൈത്വാനിർ റജീം, വെറുക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഫി ഉദ്നിഹിൽ യുംന, വലത്തെ ചെവിയിലാണ് ബാങ്ക് കൊടുക്കേണ്ടത്. വയുഖാമ ഫിൽ യുസ്ര, ഇടത്തെ ചെവിയിലാണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്. അഖിബൽ വദ്ഇ, പ്രസവിച്ച ഉടനെ. വഅൻ യുഹന്നിക്കഹു, അതുപോലെ മധുരം ഇട്ടുകൊടുക്കലും, മധുരം കൊടുക്കൽ സുന്നത്താണ്. അത് ആരായിരിക്കലാണ് ആദ്യം സുന്നത്ത്? റജുലുൻ, ഒരു പുരുഷനായിരിക്കലാണ് സുന്നത്ത്. പുരുഷനില്ലെങ്കിലോ ഫംറഅത്തുൻ, പിന്നെ സ്ത്രീകൾക്കാണ് അവിടെ പ്രിഫറൻസ് ഉള്ളത്. അത് ആരായിരിക്കണം? മിൻ അഹ്ലിൽ ഖൈരി, എന്തെങ്കിലും തെമ്മാടിത്തരം കൊണ്ട് അറിയപ്പെട്ട ആളാകാൻ പാടില്ല. സജ്ജനങ്ങളായ സ്ത്രീകളോ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആണ് മധുരം കൊടുക്കേണ്ടത്. അത് തന്നെ എന്താണ് സുന്നത്ത്? ബി തംറിൻ, കാരക്ക കൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇനി കാര കിട്ടുന്നില്ലെങ്കിലോ ഫഹുൽവിൻ, അല്ലെങ്കിൽ മധുരമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട്. അതേസമയം മധുരമുള്ള വസ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലം യമസ്സഹുന്നാറു ഹീന യൂലദു, ലം യമസ്സഹുന്നാറു, തീ സ്പർശിക്കാത്ത സാധനം കൊണ്ടായിരിക്കണം ഈ മധുരം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ പാചകം ചെയ്ത സാധനമായിരിക്കും മധുരമുള്ളത്. അത്തരം മധുരമല്ല, മറിച്ച് കാരക്ക പോലെയുള്ള പ്രകൃതിപരമായി മധുരമുള്ള സാധനം കൊണ്ടായിരിക്കണം മധുരം കൊടുക്കേണ്ടത്. അതുപോലെ വയഖ്റഉ ഇൻദഹ വഹിയ തതുലുഖു, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ അടുത്ത് ഓതൽ സുന്നത്താണ്. എന്ത്? ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങുന്ന ആയത്ത്. അതുപോലെ വഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള തുടങ്ങിയ ആ സൂറത്തുൽ അഅറാഫിലെ ആയത്ത് ഓതലും സുന്നത്താണ്. അതേതാണ്? ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ് യുഗ്ശിൽ ലൈല അന്നഹാറ യത്ലുബുഹു ഹസീസൻ വശംസ വൽ ഖമറ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ തുടങ്ങിയ ഈ ആയത്താണ് ഓതേണ്ടത്. അതുപോലെ വൽ മുഅവ്വിദതാനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ രണ്ട് സൂറത്തും ഓതൽ സുന്നത്താണ്. വൽ ഇക്സാറു മിൻ ദുആഇൽ കർബി, ദുആഉൽ കർബും ധാരാളമായി ഓതണം. ദുആഉൽ കർബ് എന്ന് പറഞ്ഞാൽ വിഷമഘട്ടത്തിൽ ഓതുന്ന ദുആഇനാണ് ദുആഉൽ കർബ് എന്ന് പറയുക.
അത് പ്രത്യേകമായ ഹദീസിൽ വന്ന ദുആ ആണ്. അതിങ്ങനെയാണ് ചൊല്ലേണ്ടത്: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർദി റബ്ബുൽ അർശിൽ കരീം. ഇങ്ങനെയാണ് ദുആഉൽ കർബ്. ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് പ്രധാനമായും ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പ്രസവിച്ച കുഞ്ഞിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്.